ഹലോ ഗായ്സ്, എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാൽക്കുലേറ്റർ സ്മാർട്ട് വാൾഡ് ആപ്പാണ്. ഇത് എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് മുതലായ പല കാര്യങ്ങളും സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ആപ്പാണിത്. ഇത് കാണാൻ ഒരു കാൽക്കുലേറ്റർ പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ പിറകിൽ ഒരു സീക്രട്ട് വോൾട്ടും ഒരു സീക്രട്ട് ആപ്പ് ലോക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ പലർക്കും സംശയമാകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു വ്യത്യസ്തപരമായ രീതിയിൽ ഫോണിൻ്റെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഐക്കണോടൊപ്പം തന്നെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിറകിൽ ഈ ഓപ്ഷനുകളൊക്കെ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു സംശയവും തോന്നത്തില്ല. ഇത് തുറക്കണമെങ്കിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തുറക്കാൻ കഴിയത്തുള്ളൂ. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്കിനി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. വെറും 3.55 MB മാത്രം വരുന്ന ഒരു ചെറിയ ആപ്പാണിത്. ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ കാൽക്കുലേറ്റർ വോൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. കാൽക്കുലേറ്റർ വോൾട്ട് ഈ ആദ്യം കിടക്കുന്ന ആപ്പാണ്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ആദ്യം വരുന്ന വിൻഡോ. അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, 1 2 3 4 5. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത് രണ്ടാമത് വരുന്ന വിൻഡോയിൽ പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മളൊരു ക്വസ്റ്റ്യനും ഒരു ആൻസറും കൊടുക്കണം. അപ്പോൾ ഞാനവിടെ വാട്ട് ഈസ് യുവർ നെയിം ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു, സോളമൻ. ഓക്കെ, അതിനുശേഷം ഞാൻ സേവ് ചെയ്യുന്നു, അതിന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു കാൽക്കുലേറ്റർ ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ പലരും ചിന്തിക്കും ഇതിൻ്റെ ആപ്പ് ലോക്കും സ്മാർട്ട് വോൾട്ടും എവിടെയാണെന്ന്. ഇത് സാധാരണ ഒരു കാൽക്കുലേറ്റർ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേറ്റർ തന്നെയാണ്. 1 + 1 2 ആൻസർ കിട്ടും. 100 + 200 300. സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ സൈഡിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആക്കാം. ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യത്തിൽ കടന്നു വരാം. ഇതിൻ്റെ പുറകിലുള്ള ആപ്പ് ലോക്കും വോൾട്ടും എങ്ങനെ കിട്ടണമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്തത് 1 2 3 4 5. ഇപ്പോൾ തന്നെ ആ സ്മാർട്ട് വോൾട്ട് കണ്ടു. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സീക്രട്ട് വോൾട്ട് വിൻഡോ തുറന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ്, വീഡിയോസ്, ഫയൽസ് എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ കഴിയും ഒരു ആപ്പ് ലോക്കിൻ്റെ ഒരു ബട്ടൺ. ഇവിടെ നിങ്ങൾക്ക് ആപ്പ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ പിന്നെ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് നിങ്ങൾക്ക് പിക്ചേഴ്സ്, വീഡിയോസ് എല്ലാം അങ്ങനെ ഹൈഡ് ചെയ്യണമെന്നും ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ പിക്ചേഴ്സ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഹൈഡ് ചെയ്യാം. അതിനായിട്ട് ഈ പ്ലസ് ബട്ടൺ അമർത്തുക. ഇവിടെ പല ഓപ്ഷനുകളുണ്ട്. ക്യാമറ, ഫോട്ടോ ആൽബംസ്, റെക്കോർഡ് വീഡിയോ ആൽബംസ്, ക്രിയേറ്റ് ഫോൾഡർ, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ. ക്രിയേറ്റ് ഫോൾഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫോൾഡറായിട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. ഈ ഫോട്ടോ ആൽബംസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഫോൾഡേഴ്സായിട്ട് ഫോട്ടോസ് എല്ലാം കൂടെ കാണാം. അപ്പോൾ നമുക്കൊരു ഫോട്ടോ നമുക്ക് ഹൈഡ് ചെയ്യാം. ഒരു 3 ഫോട്ടോസ് ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലോക്ക് പോലത്തെ സിമ്പിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫോട്ടോ ഹൈഡായി. നേരെ നമ്മൾ ഫോട്ടോസ് പറഞ്ഞ ഫോൾഡറിലേക്കാണ് ഈ ഫോട്ടോസ് ഹൈഡായിരിക്കുന്നത്. ഇത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഒരു സ്ലൈഡ് ഷോ പോലെ നമുക്കിത് കാണാൻ കഴിയും. അത് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇതിനകത്ത് അതിനായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഹൈഡ് ചെയ്യാം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോൾഡർ ഓപ്പൺ ആക്കുക, പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ആൽബംസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറാണ്. വീഡിയോ നമ്മുടെ ഗാലറി കിടക്കുന്ന വീഡിയോകളെല്ലാം കിടക്കുന്നത്.
നമുക്ക് അപ്പോൾ വീഡിയോ ആൽബംസ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലോക്ക് സൈൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വീഡിയോ ഇതിനകത്ത് ആഡായിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇതിനകത്ത് ആഡായിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയും. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വീഡിയോ പ്ലെയർ ഉണ്ട്. ഇപ്പോൾ ഹൈഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനകത്ത് വീഡിയോ പ്ലെയർ ഉള്ളതിനാലാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിഞ്ഞത്. മറ്റുള്ള ലോക്കുകളാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയും. കാരണം അത് നമുക്ക് റിക്കവറി ചെയ്തിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലെയറിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ ആപ്പിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇതിനകത്ത് വീഡിയോ പ്ലെയർ. ഇനി നമുക്ക് ആപ്പ് ലോക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞ ആ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു പാറ്റേൺ വരയ്ക്കാനാണ് പറയുന്നത്. ഞാനിവിടെ ഒരു പാറ്റേൺ ആദ്യം വരയ്ക്കുകയാണ്. ആ പാറ്റേൺ റെക്കോർഡ് ആയിരിക്കുകയാണ്. ഞാനത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. വീണ്ടും ആ പാറ്റേൺ തന്നെ വരയ്ക്കുകയാണ്. ഞാൻ കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പെർമിഷൻ റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മളവിടെ അതിനായിട്ടുള്ള പെർമിഷൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ അതിനകത്ത് ആ ഒരു ഐക്കൺ സ്വൈപ്പ് ചെയ്യണം, ഓണാക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വാട്സാപ്പ് ലോക്കാക്കി. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള 5 ആപ്സ് ഞാൻ ലോക്കാക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് ഹോം മെനുവിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തൊരു ആപ്പ് തുറക്കാൻ പോവുകയാണ്. കൗണ്ടർ ആപ്പ് ഞാൻ ഓപ്പൺ ആക്കുന്നു. ഈ ലോക്ക് ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ലോക്ക് ഓപ്പൺ ആക്കുന്നു. ഈ ഐക്കൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കാൽക്കുലേറ്റർ ആണെന്ന് മറ്റുള്ളവർ എത്തിയിരിക്കത്തുള്ളൂ. ഇതിന് പുറകെ ഒരു ആപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് വാലറ്റ് ഉണ്ടെന്നോ ഒരു ആപ്പ് ലോക്ക് ഉണ്ടെന്നോ അറിയത്തില്ല. ഇത് ഓപ്പൺ ആക്കുമ്പോഴും കാൽക്കുലേറ്റർ തുറന്ന് വരുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നത്തില്ല. തീർച്ചയായും നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. ബൈ.